ഹായ്, വെൽക്കം ടു പാണ്ടക്കുട്ടൻ ടോക്സ്. നമ്മളെ ആംബിയൻസ് ഒന്ന് മാറ്റിപ്പിടിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഡിപ്രഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകണേ. അപ്പോൾ വീട്ടിലെ ഈ ഒതുങ്ങി റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതിനേക്കാളും നല്ലത് കുറച്ച് പുറത്തിറങ്ങി സംസാരിക്കാമെന്ന് വെച്ചു. ഡിപ്രഷൻ നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പേര് അനുഭവിക്കുന്നുണ്ട്. ചിലവർക്കിത് ഡിപ്രഷനാണെന്ന് അറിയുന്നുണ്ടാവില്ല, ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ കിളി പോയി ഇങ്ങനെ ഇരിക്കും, മണിക്കൂറുകളോളം അന്തം വിട്ടിരിക്കും. ഈ എല്ലാവരും പറയും ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് ഉറക്കമാണ് അല്ലെങ്കിൽ അന്തം വിട്ടിരിക്കുക. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ സ്കൂളിലായിരിക്കും, ചിലപ്പോൾ വർക്ക് ടൈമിലായിരിക്കും, എവിടെ പോയാലും ഒരു കിളി പോയ പോലെ ആയിരിക്കും ഇരിക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് തന്നെ അറിയണ്ടാവില്ല, നമ്മളെന്തോ ചെയ്യുന്നുണ്ടാവും. അതങ്ങനെ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ദിവസങ്ങൾ പോകണത് അറിയണ്ടാവില്ല, മാസങ്ങൾ പോകണമെന്ന് അറിയുന്നുണ്ടാവില്ല. കൂടെയുള്ളവർ എന്തൊക്കെ ചെയ്താലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. എന്തൊക്കെയോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. ഡിപ്രഷൻ ഭയങ്കര ഒരു ഭീകരമായൊരു അവസ്ഥയാണ്. അത് അനുഭവിക്കുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടും, കാണുന്നവർക്ക് ചിലവർക്ക് അത് തമാശയായിരിക്കും. ഒരിക്കലും തമാശയാക്കരുത്. കാരണം ഡിപ്രഷൻ അനുഭവിക്കുന്നവർ സത്യത്തിൽ കൂടെയുള്ളവരുടെ ഹെൽപ്പ് നീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കും. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് വെറുതെ സിമ്പതി കാണിക്കാൻ നിൽക്കരുത്. അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം ഡിപ്രഷൻ്റെ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻസ് മതിയായിരിക്കും. വെറുതെ സിമ്പതി കാണിച്ചിട്ട് അവരുടെ ആ ഒരു പ്രശ്നത്തെ വെറുതെ പോയിട്ട് സീരിയസ് ആക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടോ അല്ലെങ്കിൽ പല വിഷയങ്ങൾ കൊണ്ടോ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അവിടെ പോയിട്ട് എടാ നിൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ലടാ, എടി നിൻ്റെ പ്രശ്നങ്ങൾ ഇതേക്കാളും വലിയ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള വർത്തമാനമൊന്നും പറയാൻ നിൽക്കരുത്. കാരണം ആ അനുഭവിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും. ശരിയാണ്, നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ വളരെ ചെറുതായിരിക്കും, പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല. അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലൂടെ ആയിരിക്കും അവർ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ബി ദ ലിസണർ. അവരുടെ ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ്. അവരെന്താണ് സംസാരിക്കുന്നത്, അവരുടെ അവസ്ഥ എന്താണ്, ഇത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക. അറ്റ്ലീസ്റ്റ് മിണ്ടാതെ അവിടെ കുറച്ച് നേരം അവരുടെ കൂടെ പോയി ഇരുന്നാൽ മതി. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിരിക്കും ആ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന 2-3 കാരണങ്ങൾ. ഡിപ്രസ്ഡ് ആവാനുള്ള കാരണങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരാൾ ഡിപ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫാമിലി അറ്റ്മോസ്ഫിയർ ആവാം, അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഇനി ചിലപ്പം അവരുടെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ തലയിൽ വന്നിട്ട് ആ ഒരു സ്ട്രെസ്സിൻ്റെ പുറത്തൊക്കെ സംഭവിക്കാം. ചിലവർക്ക് ഫാമിലി ഹെറിഡിറ്ററി വരാറുണ്ട് കേട്ടോ. ജനറ്റിക്സ് ആയിട്ട് ചിലപ്പോൾ ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ചിലവരുടെ ജീനിലൊക്കെ ഡിപ്രഷൻ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെയുള്ളവരെ ഞാൻ പറയല്ലോ, ഈ ഡിപ്രഷൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അതിനെ ഒരു പ്രശ്നമായിട്ട് കാണിക്കേണ്ട. അവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു സൈക്യാട്രിക് കൺസൾട്ടേഷൻ നടത്തുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ നല്ല കാര്യമായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് അങ്ങനെ തന്നെ പറയാം. കാരണം ഇതൊരു ഹെൽപ്പല്ല, ഒരു ഗിഫ്റ്റാണ്. അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. അവരെ ഒരു നല്ലൊരു കൺസൾട്ടേഷൻ, സൈക്യാട്രിക് കൺസൾട്ടേഷൻ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അത്രയും ക്രിട്ടിക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഈ ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലൂടെ പോകുന്നെങ്കിൽ 2-3 സിമ്പിൾ ടിപ്സ് ഉണ്ട് ഡിപ്രഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആംബിയൻസ് മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ എപ്പോഴും ഡിപ്രസ്ഡ് ആക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ചിലപ്പോൾ അത് വീടിൻ്റെ ഉള്ളിലെ ആംബിയൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി സറൗണ്ടിങ്സ് ആയിരിക്കാം. ഒരു കാര്യം ചെയ്യുക, ഒറ്റയ്ക്ക് ഇരിക്കുന്ന മൊമെൻറ്റ്സ് പരമാവധി ഒഴിവാക്കുക. പുറത്തേക്ക് ഇറങ്ങുക, ക്രൗഡഡ് ആവാൻ നോക്കുക. പരമാവധി ചായക്കടകളിൽ പോവുക, ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളിൽ പോവുക, തിയേറ്ററിൽ പോവുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക. ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും പയ്യെ നിങ്ങളതിനെ ഓവർകം ചെയ്യാൻ തുടങ്ങിക്കോളും. ആ രീതിയിൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയെ മാറ്റിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കുക, ഫിലിംസ് കാണുക, അതുപോലെ തന്നെ നിങ്ങളുടെ വൈബ് മാറ്റിപ്പിടിക്കുക, എന്തെങ്കിലും രീതിയിലുള്ള എക്സസൈസസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. പിന്നെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആവുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റീവ് സൈഡ്സ് ഒക്കെ പരമാവധി ചെയ്യുക. ചിത്രം വരയ്ക്കാൻ പറ്റുന്നവർ വരയ്ക്കുക, എഴുതാൻ പറ്റുന്നവർ എഴുതുക. പിന്നെ വല്ല സ്പോർട്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ എൻഗേജ് ആവുക. വല്ല ഫുട്ബോൾ, ക്രിക്കറ്റ്, കൈൻഡ് ഓഫ് ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പോയിട്ട് ഇറങ്ങുക. അതായത് പരമാവധി നമ്മളെ എൻഗേജ്ഡ് ആക്കി നിർത്തുക. ആദ്യത്തെ ദിവസങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ പയ്യെ സെറ്റായി വന്നോളും. പിന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ഡിപ്രസ്ഡ് ആവാൻ സാധ്യത ഉണ്ടാക്കിയ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക. ഇപ്പോൾ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന സമയത്ത് ഇരുന്ന കർട്ടൻ ഇല്ലേ, ഭയങ്കര സിമ്പിൾ കാര്യമായിരിക്കും, പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കർട്ടൻ മാറ്റുക.
റൂമിൻ്റെ ആംബിയൻസ് മാറ്റുക, റൂമിൻ്റെ അകത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുക. ഈവൻ ചിലപ്പോൾ ബെഡ്ഷീറ്റ് വരെ മാറ്റി കൊടുത്താൽ ചിലപ്പോൾ അത് ഒരുപാട് ചേഞ്ചസ് വന്നേക്കാം. അതേപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് നിങ്ങളെ കണ്ടാൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ റൂമിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം. ചിലപ്പോൾ റൂമിൻ്റെ ഭിത്തിയിൽ അല്ലെങ്കിൽ വല്ല പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് അത് ഭയങ്കര കാര്യം കേട്ടോ. പെറ്റ്സിനെ വളർത്താൻ പറ്റിയെങ്കിൽ അതൊരു വലിയ കാര്യം. ഇഷ്ടമാണെങ്കിൽ കേട്ടോ, ഇഷ്ടമില്ലാത്തവർ അതിനെ വളർത്തി അതിൻ്റെ പേരും കൂടെ ഡിപ്രഷൻ അടിക്കാൻ നിൽക്കണ്ട. പെറ്റ്സിനെ ഇഷ്ടമാണെങ്കിൽ അതും മേടിക്കുക. അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, പാട്ട് കേൾക്കുന്നത് ഭയങ്കര, ആ സമയത്ത് പോയിരുന്ന മറ്റേ ജനിച്ചതാർക്കു വേണ്ടി എന്ന് പറഞ്ഞ അങ്ങമാതിരി പാട്ടൊക്കെ കേൾക്കാൻ നിൽക്കരുത്. നല്ല അപ്ലിഫ്റ്റിംഗ് സോങ്സ് ഒക്കെ അല്ല, നല്ല മൂഡ് വരുന്ന പാട്ടുകളൊക്കെ കേട്ടിട്ട് മൈൻഡിനെ മാറ്റുക. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മൈൻഡിനെ മാറ്റാൻ പറ്റും. ഈ വീഡിയോ അയച്ചു കൊടുത്ത് നിങ്ങളുടെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ടിനെ പ്രത്യേകം ഒന്ന് മാറ്റി പവറാക്കാൻ നോക്കണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആരും ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഈ ഡിപ്രഷൻ വന്നാലുണ്ടല്ലോ മൈൻഡ് പോകും, ഉറക്കം പോകും, നിങ്ങളുടെ ബോഡി വീക്കാവാൻ തുടങ്ങും, പല അസുഖങ്ങൾ പിന്നാലെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. നമ്മളല്ലാതാവും ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ഡിപ്രഷൻ മാറ്റി പിടിക്കുക. അതിന് നമ്മളെല്ലാവരും ഇറങ്ങണം. പിന്നെ ഇത് ഇന്ന് വിചാരിച്ച് നാളെ മാറുമൊന്നുമില്ല കേട്ടോ, സ്ലോ പ്രോസസ്സാണ്. സമയത്തെടുത്ത് ഇങ്ങനെ പയ്യെ നമ്മുടെ ഡിപ്രഷൻ മാറ്റിക്കൊണ്ടുവരണം. ഒരാൾ നന്നാവുന്നത് കാണാൻ നല്ലതല്ലേ? നല്ലതല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഡിപ്രസ്ഡ് ആയിട്ട് ആരും ഇരിക്കാൻ പാടില്ല. വൈബ് മാറ്റി പിടിക്കുക, വൈബ് തന്നെ മാറും. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇനി ആരും ഡിപ്രഷൻ അനുഭവിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ പീസ്. ഓക്കെ, ബൈ.